നീ എന്നുള്ളൊരു പ്രയോഗം തീർച്ചയായും അത് തെറ്റ് തന്നെയാണ്. ഒരു മാധ്യമ പ്രവർത്തകർ കൂടെ അങ്ങനെ ചൂണ്ടി താല്പര്യമില്ല എന്ന് പറയുന്നതിൽ ഞാൻ അദ്ദേഹത്തിന്റെ പക്ഷത്തെ നിൽക്കും. അദ്ദേഹത്തിന് താല്പര്യം അദ്ദേഹം ഒരു തവണ പറഞ്ഞു, അത് കേട്ട് റിപ്പോർട്ട് എഴുതണം. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത എന്തെങ്കിലും വരുമ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുക്കും. ഈ മറുപടി കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. അതായത് ഇവര് സാധാരണക്കാരായിട്ടുള്ള ഒരു പ്രവർത്തകനല്ല, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനല്ല, മറിച്ച് ഈ പറയുന്ന വോട്ട് ചെയ്തിട്ടുള്ള ഓരോ ആളുകളും പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി തന്നെയാണ്. ഇദ്ദേഹം എന്ത് പറയുന്നു എന്ന് അറിയാനുള്ള അവകാശം ഇവിടുത്തെ വോട്ട് ചെയ്ത ആളുകൾക്കുണ്ട്. അപ്പോൾ പറയുന്നത് ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 6 കോടിയുടെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ റിപ്പോർട്ടറിൽ കേൾക്കുന്നത് 11 കോടിയോളം ബാധ്യത. ചോദിച്ചോട്ടെ, ഇത് BJP-യുടെ നേതൃത്വം അല്ലല്ലോ ഈ സാമ്പത്തിക ബാധ്യത എടുത്തു വെച്ചത്. പക്ഷെ അവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് ഈ നമ്മളിൽ ചിലർ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പാർട്ടി സഹായിച്ചില്ല എന്ന് കൂടെ പറയുന്നുണ്ടല്ലോ. നമസ്കാരം. BJP കൗൺസിലർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് മാധ്യമരംഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടി നടക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് ചാടി വരുന്ന ഒരു BJP പ്രവർത്തകരെയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഈ വിഷയവുമായിട്ട് ചോദ്യം ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകരോട് നീയൊന്നും സംസാരിക്കേണ്ട എന്ന തരത്തിൽ BJP-യുടെ ഉത്തരം പറയേണ്ടുന്ന ആളാണ് സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്, പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുള്ള ഒരു മറുപടി, ഇതൊക്കെ മൊത്തത്തിൽ കാണുമ്പോൾ BJP പ്രതിരോധത്തിലായോ അനിൽകുമാറിന്റെ ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്? ആദ്യം നമുക്ക് ഒരു കാര്യം പറയാം. സാധാരണയായിട്ട് കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടെ, സുരേഷ് ഗോപിക്ക് നേരെയായിരുന്നു മാധ്യമങ്ങളുടെ ഒരു പുറകെയുള്ള ഒരു പോക്ക്. സുരേഷ് ഗോപി ഒരു കലിങ്കൽ ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ നടത്തി ഒരു ഏരിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു അമ്മ പറയുന്നതിനെതിരായിട്ട് സംസാരിച്ചു. പക്ഷെ അതിൻ്റെ പിറ്റേന്ന് നമ്മൾ കണ്ടതാണ് സ്വന്തം മകളുടെ ഈ ട്രസ്റ്റിൻ്റെ വക ഫണ്ടിൽ നിന്ന് ഒരമ്മയ്ക്ക് 4 ലക്ഷം രൂപ വീടിന്. അപ്പം സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്യേണ്ടുന്നത്. ഇവിടുത്തെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോൾ അത് എനിക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ പറയാം, എനിക്ക് ഒരുപാട് ചിലപ്പോൾ നല്ല സന്ദേശങ്ങൾ എനിക്ക് കിട്ടിയെന്നിരിക്കും, അപ്രീസിയേഷൻ കിട്ടിയെന്നിരിക്കും. പക്ഷെ ചെയ്യാവുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് അദ്ദേഹം പറയുന്നിടത്ത് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ദേഷ്യം കൊണ്ട് പറഞ്ഞു പോവാം. അത് പുറകെ മാധ്യമങ്ങൾ കുറെ പുറകെ സുരേഷ് ഗോപിയുടെ പുറകെയായിരുന്നു. ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചാണ് ബി ജെ പിയുടെ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലേക്ക് മാധ്യമങ്ങൾ ഈ പറഞ്ഞതുപോലെ മൈക്കും എടുത്തു പോകുന്നത്. ഇതില് ശരിയാണോ എന്ന് ഇപ്പം മേഘ ചോദിച്ചാൽ ശരിയാണെന്ന് പറയും, തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റുമുണ്ട്. നമ്മൾ ആദ്യം രാജീവ് ചന്ദ്രശേഖറിലേക്ക് വരാം. രാജീവ് ചന്ദ്രശേഖർ അപ്രതീക്ഷിതമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം BJP-യുടെ നേടിയിരിക്കുന്നത്, ആ ഒരു നേതൃത്വത്തിലേക്ക് വരുന്നത്. അപ്പോൾ അപ്പോഴെല്ലാം എല്ലാവരും വലിയ വിവാദത്തിലായിരുന്നു. ഇദ്ദേഹത്തിന് എന്ത് അർഹതയാണ് ഈ ഒരു അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ, അദ്ദേഹത്തിന് എന്ത് ഗ്രൗണ്ട് റൂട്ട് പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില ചിട്ടയായിട്ടുള്ള പ്രവർത്തന രീതികൾ ഒരുപക്ഷെ പിന്നീട് ജനങ്ങൾ അന്താളിപ്പോടെ നോക്കുകയായിരുന്നു, ഒരുപക്ഷെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ. അപ്പൊ BJP-ക്ക് ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലെത്താൻ, ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ രാജീവിന് സാധിച്ചു. ഇടയ്ക്കുള്ള പല കശാപിശകളും ഒക്കെ കോൺഗ്രസിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ അവരുടെ കൈകളിലല്ലെങ്കിൽ അതിനകം ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകുന്ന പൊട്ടിത്തെറികളുണ്ട്. പക്ഷെ അതിനെയൊക്കെ നിയന്ത്രണ വിധേയമാക്കി തൻ്റെ കയ്യിലുള്ള കടിഞ്ഞാൺ തന്നെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് തനിക്കുണ്ട് എന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. നമ്മൾ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. BJP-യുടെ നിരവധി അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്, കോർപ്പറേറ്റ് ബിസിനസ് മാൻ എന്ന് തന്നെ. ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു CEO പദവിയിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മേഖലയിൽ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യേകിച്ച് BJP-യോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹവും ഒരു വിശ്വാസം, അതാണ് അദ്ദേഹത്തിനെ രാഷ്ട്രീയ മേഖലയിലോട്ട് കൊണ്ടുവന്നത്. നിരവധി അത് മാത്രമല്ല അദ്ദേഹം മാധ്യമ മേഖലയിലും കൂടെ ശ്രദ്ധ, ഒരു ബിസിനസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്രത്തോളം ശ്രദ്ധയും കൂടെ അതിൽ അദ്ദേഹം ചേർത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം മാധ്യമ പ്രവർത്തനം എന്താണോ, അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഏഷ്യാനെറ്റ് പോലുള്ള വലിയ ഒരു സാറ്റലൈറ്റ് ചാനലിന്റെ വലിയൊരു ഭാഗത്ത്, ഒരു നേതൃഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ്, ഗ്രൗണ്ട് റൂട്ട് പ്രവർത്തനം ഇല്ലാണ്ട് വളരെ
പെട്ടെന്നാണ് അദ്ദേഹം BJP-യുടെ ഒരു വലിയ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതാണ്. നമ്മൾ സംസ്ഥാനത്തെ നിരവധി പേരെ, ശോഭ ടീച്ചറൊക്കെ ഉൾപ്പെടെ നിരവധി പേരെ നമ്മൾ ആ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രതീക്ഷിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെയാണ് കൊണ്ടുവന്നത്. ശശി തരൂരുമായിട്ട് ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചില്ലെങ്കിൽ പോലും ഒരു വല്ലാത്ത ഒരു മലയാളികളുടെ ഒരു ഇഷ്ടം രാജീവ് ചന്ദ്രശേഖരനിലേക്ക് കൂടുതൽ വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ അവിടെ എന്താണ് അദ്ദേഹത്തിന് കണ്ട ഒരു ക്വാളിറ്റി? അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അദ്ദേഹത്തിന്റെ ബിസിനസ് മൈൻഡ് ആയിരിക്കാം, അദ്ദേഹത്തിന്റെ ചില ചിട്ടയായിട്ടുള്ള പ്രവർത്തന രീതികൾ, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടാണ് അത്രയേറെ വോട്ട് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെ പല തീരുമാനവും ഈ പറഞ്ഞ നരേന്ദ്രമോദി എടുക്കുന്ന അല്ലെങ്കിൽ അമിത്ഷാ കൂട്ടുകെട്ട് എടുക്കുന്ന നിരവധി തീരുമാനങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് രാഷ്ട്രപതിയുടെ നിയമനമായിട്ടാണെങ്കിലും MP-യുടെ ഗവർണർ നിയമനമൊക്കെ ആയിട്ടാണെങ്കിലും നല്ല കൂർമ്മ ബുദ്ധിയോടെയാണ്. അവരെ ആരും രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ രാജീവിനെ കൊണ്ടുവന്നപ്പോഴും BJP എന്തോ ഇതിൽ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് കൃത്യമാണോ എന്നുള്ളത് ഈ ചിട്ടയായിട്ടുള്ള പ്രവർത്തന രീതി കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പിന്നീട് ഇദ്ദേഹത്തിന് നിരവധി ട്രോളുകളാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മലയാള ഭാഷ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് തിരിച്ചു ഞാനും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തു. ഒരു പക്ഷേ അദ്ദേഹം ഈ കേരളത്തിൽ അധികം ഒന്നും താമസിക്കാതെ പുറം രാജ്യങ്ങളിലൊക്കെ താമസിച്ചുകൊണ്ട് അദ്ദേഹം മലയാള ഭാഷ നന്നായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത്. സംസാരിക്കാനും അറിയില്ല. സംസാരിക്കാൻ അറിയാതെ ഒരു നേതാവ് എങ്ങനെ രാഷ്ട്രീയ നേതാവാകും? അല്ലെങ്കിൽ ഒരു സംസ്ഥാന അധ്യക്ഷൻ? ഭാഷ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ചിന്തിക്കണം. മനുഷ്യനെ തമ്മിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ് ഭാഷ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും രാജീവ് ചന്ദ്രശേഖർ അതിൽ പരാജയപ്പെടുന്നത് നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾക്കും ചില രാഷ്ട്രീയ പ്രവർത്തകർക്കും ഈ പറഞ്ഞ സാംസ്കാരിക നായകന്മാർക്കും ഒക്കെ കടിച്ചാൽ പൊട്ടാത്ത CPM-ന്റെ കണക്കുള്ള കടുകട്ടി ഭാഷകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് എന്നുള്ള ചിന്തകൾ മാറ്റിക്കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. കാരണം ഭാഷയല്ല പ്രധാനം, പ്രവൃത്തിയാണ് പ്രധാനം എന്ന്. പക്ഷേ അതേ ഭാഷ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു വില്ലനായിട്ട് മാറിയിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞു വരട്ടെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അനിൽകുമാർ എന്ന BJP നേതാവിന്റെ, അതായത് ഏറ്റവും അധികം ഒരു പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻനിരയിൽ നിർത്തപ്പെട്ട ഒരു നേതാവിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലേ BJP-ക്കായിരുന്നു അതിലേക്ക് മാധ്യമങ്ങൾ, ഒന്ന് റിപ്പോർട്ടർ ചാനലും കൈരളിയുമാണ് ആ ഒരു അദ്ദേഹത്തിന്റെ മരണാനന്തര കുറിപ്പ് തന്നെ, അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പ് തന്നെ വേറെ രീതിയിലാണ് BJP-യുടെ നേതൃത്വത്തിനെ ചൂണ്ടിക്കൊണ്ടാണ് കുറിപ്പ് എഴുതിയത് എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ പിന്നീട് യഥാർത്ഥ ആത്മഹത്യ കുറിപ്പ് ആരെയും ഞാൻ ബലിയാടാക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിന്റെ അല്ല, അവിടെ ഒരു തിരുത്തുണ്ട്. ഈ ആത്മഹത്യാ കുറിപ്പില് പറയുന്നത് എല്ലാവരും തിരികെ നൽകിയില്ല എന്നല്ല. ഞാൻ വിശ്വസിക്കുന്ന നമ്മളിൽ ചിലർക്ക് കൊടുത്ത പണം തിരികെ നൽകിയില്ല എന്നാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ഒരു BJP-കാരനാണ്. BJP പ്രവർത്തകർ ഈ ഒരു വിഷയം വന്ന സമയത്ത് BJP-യിലെ മുതിർന്ന നേതാക്കന്മാരെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. അപ്പോൾ നമ്മളിൽ എന്നുള്ളൊരു വാക്കുണ്ട്. അതെന്തായാലും തീർച്ചയായിട്ടും BJP-ക്കാർ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ശരിയാണ്. നമ്മളിൽ ചിലർന്ന് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ വ്യക്തികളായിട്ടുള്ള സുഹൃത്തുക്കളെ ഉദ്ദേശിക്കാം, രാഷ്ട്രീയപരമായിട്ടുള്ള സുഹൃത്തുക്കളെയും ഉദ്ദേശിക്കാം. നമ്മൾ എന്നുള്ളതിൽ അത് BJP-ന്ന് കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടു, പക്ഷെ അദ്ദേഹം ഈ കാര്യം സംസാരിച്ചില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ഈ പറയുന്ന ആത്മഹത്യക്കുറിപ്പിൽ ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ആൾക്കാർ പണം തിരികെ കൊടുത്തിട്ടില്ല. ഒരു പക്ഷെ CPM-ന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന സഹകരണ സംഘത്തിൽ അത് തിരിച്ചടക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് വന്നു ചേർന്നു. അതിനു മുമ്പ് ഇപ്പൊ നമുക്കറിയാം മുട്ടത്തറയിലോ ഒരു കൗൺസിലറുമായിട്ടുള്ള ബന്ധപ്പെട്ട് CPM കൗൺസിലറിനെ അതിൽ നിന്ന് മാറ്റേണ്ട കൈക്കൂലി വാങ്ങിച്ചതിന്റെ അപ്പൊ അതിനെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അന്വേഷണം നടന്നു. ഒരു പോലീസ് അന്വേഷണം അനിൽകുമാറിന് നേരെ നടന്നു. അപ്പൊ അതിനെ ഒന്ന് തടയാൻ പാവം ആ ഒരു മനുഷ്യന് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ആ മനുഷ്യൻ അതിൽ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മനുഷ്യന് കോടികളുടെ ആസ്തി കട്ടെടുത്തിട്ട് അദ്ദേഹത്തിന് നിലനിൽക്കാൻ അറിയാലോ. പോലീസ് ഈ പറഞ്ഞ അഡ്വക്കേറ്റിനെ വെച്ച് മതി, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഈ പറഞ്ഞ കുറച്ച് പേരെ സഹായിച്ചു, പക്ഷെ അവർ തിരിച്ചടച്ചില്ല. ഒരു പക്ഷേ ഇത് BJP അത് ഇടപെടാൻ വൈകി എന്നുള്ളത്. അതിനു മുന്നേ തന്നെ എന്തായി, അവിടെ പോലീസ് അന്വേഷണമായപ്പോഴേക്കും ഇദ്ദേഹത്തിന് അതിന് കാരണം അദ്ദേഹം ഇതിനകത്ത് പെട്ടു എന്നുള്ളത് മനസ്സിലായി. കാരണം ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇത് സ്വന്തം രാഷ്ട്രീയ പാർട്ടി എന്നെ ചേർത്ത് പിടിക്കുന്നില്ല, CPM-ന്റെ വല്ലാത്ത ഒരു പുക
എന്താ പറഞ്ഞ പുകച്ച് പുറത്ത് ചാടിക്കുന്ന രീതി അതും കൂടെ വന്നപ്പോഴത്തേന് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാനില്ലാണ്ട് ഒരു നിയന്ത്രണം ഇട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതിന് മുമ്പേ അദ്ദേഹം ഡിപ്രഷനിലായിരുന്നു. എന്തായാലും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും അദ്ദേഹത്തിന് ആത്മഹത്യക്കുറിപ്പിലോ മറ്റൊന്നും ഇത്തരത്തിലുള്ള BJP പ്രതിനിധീകരിച്ചുള്ള ഇത് നടത്തില്ല. ഇത് കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ എന്ന രാഷ്ട്രീയക്കാരന്റെ ഭാഷയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിപ്പോർട്ടർ ചാനൽ ഒരു പക്ഷേ അതിൽ നിന്ന് പിന്നീട് പിന്മാറുകയാണ് ചെയ്തത്. പിന്നീട് വീണ്ടും കൈരളി അദ്ദേഹം മറ്റൊരു റിപ്പോർട്ടർ പിന്മാറി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ 2 മിനിറ്റ് മുന്നേ കണ്ടിട്ടുള്ള വാർത്തയിൽ പറയുന്നത് ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 6 കോടിയുടെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോ റിപ്പോർട്ടറിൽ കേൾക്കുന്നത് 11 കോടിയോളം ബാധ്യത. ചോദിച്ചോട്ടെ, ഇത് BJPയുടെ നേതൃത്വം അല്ലല്ലോ ഈ സാമ്പത്തിക ബാധ്യത എടുത്തു വെച്ചത്. പക്ഷെ അവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് ഈ നമ്മളിൽ ചിലർ എന്നുള്ളത് തന്നെയാണ്. നമ്മളിൽ പാർട്ടി എന്ന് കൂടെ പറയുന്നുണ്ടല്ലോ. പാർട്ടിപരമായിട്ടുള്ള വ്യക്തികളാകാം, അല്ലാത്ത സൗഹൃദങ്ങളായിരിക്കാം. അദ്ദേഹം കൊടുത്തത് എന്താണെന്നുള്ള ഇനിയിപ്പോ അന്വേഷണം വരുന്നതേ ഉള്ളൂ. ഒറ്റ കാര്യം, ഇത് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കൊടുത്ത പണമായിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി ഓഫീസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ആത്മഹത്യയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ വീട്ടിൽ വ്യക്തിപരമായിരുന്നുവെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ആവാമായിരുന്നു. കൗൺസിലർ ഓഫീസിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് അവിടുത്തെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് അവിടെ അത്തരത്തിൽ അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമല്ലേ. അപ്പൊ വീട്ടിൽ വേണ്ട അല്ലെങ്കിൽ ഭാര്യ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും അത് അദ്ദേഹം തെരഞ്ഞെടുത്തത് അത് അദ്ദേഹത്തിന് അതാണ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. ഇല്ല, അത് ഇപ്പൊ കൗൺസിലർ ഓഫീസിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വേണ്ട ഇതുമായി ബന്ധപ്പെട്ട ആ പദവിയിൽ നിൽക്കുന്ന വ്യക്തി അത് തെരഞ്ഞെടുത്തു. അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ അറിയത്തുള്ളൂ. ഒരു പക്ഷേ ഈശ്വരനും അറിയാം. അത് അവിടെ വിട്ടേക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ട് BJPയെ ഇതിലേക്ക് വലിച്ചിടുന്നു എന്നുള്ളതാണ്. BJP ഇത് ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ BJPയുടെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ചെയ്തെങ്കിൽ ആ പ്രവർത്തകരെ വിളിച്ചിട്ട് BJPക്ക് ഒരു പക്ഷേ ഇത് തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു ഇത് കൊടുക്കാം. അത് അവർ ചെയ്തില്ല. അത് അവിടെ ഉണ്ടായ ഒരു പാകപ്പിഴത്തിനാണ്. പിന്നെ മറുഭാഗത്ത് ചിന്തിച്ചാൽ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ബാധ്യതകൾ BJP നേതൃത്വം ഈ കോടിക്കണക്കിന് രൂപയുടെ ഏറ്റെടുക്കണം എന്ന് പറയുന്നതിന് ഒരിതില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സഹകരണ സംഘത്തിന്റെ ഒരു പ്രധാന ഭാഗത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് തിരിച്ചടവിനുള്ള സംഗതിയാണ്, അതിനുള്ള ഈട് വിൽക്കണമോ അല്ലെങ്കിൽ ഇത്തരത്തിലാണോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേണ്ട ചെയ്യാൻ. അത് എവിടെയാണ് പാളിച്ചകൾ വന്നത്? ഇത് കൂടുതൽ അന്വേഷണങ്ങളൊന്നും വന്നിട്ടില്ല. ഇതെവിടെയാണ് പാളിച്ചകൾ വന്നിട്ടുള്ളത്? ഇത് ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഇതിൽ BJPയിലെ മറ്റുള്ള നേതാക്കന്മാരുണ്ടോ? ഇതൊക്കെ വരാനിരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ മണ്ടയ്ക്കോട്ടിട്ട് ചാർത്തിയ അദ്ദേഹത്തിനും അറിയില്ല. അദ്ദേഹത്തിന് 100,000 കാര്യങ്ങൾ സംസ്ഥാന തലത്തിൽ ചെയ്യാനിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയോ ഇയാൾക്ക് 6 കോടിയുടെ ഇതുണ്ട്, ഇദ്ദേഹത്തിന് ഇത്ര പേരുടെ ഇത് കൊടുക്കാനുണ്ടോ ഒന്നും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിനും ഈ പറഞ്ഞു, അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതിപ്പോ വാർത്താ സമ്മേളനത്തിന്റെ കാര്യമാണെന്ന് നമ്മൾ പറയും. അത് പറഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേ ഈ റിപ്പോർട്ടർ ചാനലൊന്നും പിന്നീട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചില്ല. മറ്റുള്ള ചാനലുകളെല്ലാം മറ്റുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ കൈരളി വീണ്ടും ഇതേ ചോദ്യം തന്നെ എടുത്തിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഏത് ചാനലാണ്, നിങ്ങൾ ഇനി സംസാരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ ജോർജും ഒക്കെ കടക്ക് പുറത്തുനിന്ന് വീണ ജോർജ് ഏഷ്യാനെറ്റിനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് കുറച്ച് നാൾ മുമ്പാണ്, 2 മാസം മുമ്പാണ്. മറ്റുള്ള ചാനലുകൾ വന്നപ്പോഴും ഇത്തരത്തിൽ വീണ ജോർജ് ഭയങ്കരമായിട്ട് രൂക്ഷമായി പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറോട് നിങ്ങൾ റിപ്പോർട്ടർ ചാനലല്ലേ എന്ന് പറഞ്ഞ് അപഹസിക്കുന്ന രീതി നമ്മൾ കണ്ട്. സ്ഥിരം CPM മന്ത്രിമാരുടെ സ്ഥിരം പണി, 1-2 കുറച്ച് മന്ത്രിമാരെ ഉള്ളൂ, അതിൽ നിന്നും പിന്മാറും. മറ്റുള്ളവർക്ക് മാധ്യമ പ്രവർത്തകർ വരുമ്പോൾ പുച്ഛഭാവമാണ്, നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഒരു പക്ഷേ അതിൽ കുറച്ചെങ്കിലും ഇപ്പൊ സുരേഷ് ഗോപി അത്തരത്തിൽ ഇത് പെട്ടിട്ടുണ്ട്. അപ്പൊ CPM-ലില്ലാത്ത ഇതൊന്നും BJPക്കും വേണ്ട, കോൺഗ്രസിനും വേണ്ട. കാരണം എല്ലാ മന്ത്രിതലത്തിലുള്ളവരും MLA-മാരും ഒക്കെ മാധ്യമങ്ങൾ ചില അരോചകമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വട്ടം ആവർത്തിച്ചു. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇന്നാള് പണ്ട് ഇതേപോലെ ആയിരുന്നു സംഭവിച്ചത്. റിപ്പോർട്ടർ TV വീണ്ടും ആവർത്തിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ലെന്ന്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. മാധ്യമങ്ങളുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു, അവിടെ കൊണ്ട് തീർന്നു. വീണ്ടും ചൊരണ്ടാൻ ചെന്നപ്പോഴാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷ, മലയാള ഭാഷയിൽ അത് തീരെ അരോചകമാണ്. ഒരു മാധ്യമ പ്രവർത്തകയോട് അദ്ദേഹം പറയാൻ പാടില്ലാത്ത ഭാഷയാണ്. പക്ഷെ അവിടെ ഒരു തിരുത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, രാജീവ് ചന്ദ്രശേഖറിന് മലയാളം മര്യാദയ്ക്ക് അറിയത്തില്ല. അപ്പൊ അദ്ദേഹം യു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് പഠിച്ച് ഉപയോഗിക്കുന്നത്. ഒരു പക്ഷെ അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട്
അല്ല, ആ ഒരു രോക്ഷത്തിന്റെ പുറത്ത് മലയാള ഭാഷ അറിയാത്തത് കൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഇതിലും ഭേദം എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി ഇതായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ പോയിക്കോ. സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ താല്പര്യമില്ല. പൊതുമധ്യേ വാർത്താ സമ്മേളനമാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ഇപ്പൊ അവസാനത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാണെങ്കിൽ അദ്ദേഹം ലോക്കപ്പ് മർദ്ദനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാൻ നേരം അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട് അവർ മിണ്ടുന്നില്ല? അവർ പറയുന്നത് സംസാരിക്കാൻ താല്പര്യം എന്ന് പറയുന്നത് അതൊന്നും ഈ മാധ്യമങ്ങൾ. അപ്പൊ എല്ലാവർക്കും തുല്യ പരിഗണന മാധ്യമങ്ങളിൽ കൊടുക്കണം. ഈ BJPയിലെ സുരേഷ് ഗോപി പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, കോൺഗ്രസിലെ VD സതീശൻ പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ, ഈ ഏറ്റെടുക്കുന്ന മാധ്യമങ്ങൾ CPM പാർട്ടിയിലെ ചില നേതാക്കളും മന്ത്രിമാരും എന്ത് പറയുന്നില്ല അതും കൂടെ ഇതുപോലെ ഉള്ള തീവ്രതയിൽ കൊടുക്കണം. ഒരു പക്ഷേ KUWJ പോലുള്ള ജേർണലിസ്റ്റ് അസോസിയേഷൻ ഇതേ തീവ്രത മറ്റേതിന് കാണിക്കണം. ഇത് ഒരു എല്ലാവർക്കും ഒരു തുല്യമായിട്ടുള്ള ഒരു നീതിയാണ് ഇത് കൊടുക്കേണ്ടത്. ഇതിപ്പോ തീർച്ചയായിട്ടും നീ എന്നുള്ള ഒരു പ്രയോഗം അതിനകത്ത് പ്രയോഗിച്ചു. ഒരു പക്ഷേ താങ്കൾ എന്ന് പറയാം. നീ എന്നുള്ളൊരു പ്രയോഗം തീർച്ചയായും അത് തെറ്റ് തന്നെയാണ്. ഒരു മാധ്യമ പ്രവർത്തകർ കൂടെ അങ്ങനെ ചൂണ്ടി താല്പര്യമില്ല എന്ന് പറയുന്നതിൽ ഞാൻ അദ്ദേഹത്തിന്റെ പക്ഷത്തെ നിൽക്കും. അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹം ഒരു തവണ പറഞ്ഞത് കേട്ട് റിപ്പോർട്ട് എഴുതണം. അത് വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത എന്തെങ്കിലും വരുമ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുക്കും. ഈ മറുപടി കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. അതായത് ഇവര് സാധാരണക്കാരായിട്ടുള്ള ഒരു പ്രവർത്തകനല്ല, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനല്ല, മറിച്ച് ഈ പറയുന്ന വോട്ട് ചെയ്തിട്ടുള്ള ഓരോ ആളുകളും പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി തന്നെയാണ്. ഇദ്ദേഹം എന്ത് പറയുന്നു എന്ന് അറിയാനുള്ള അവകാശം ഇവിടുത്തെ വോട്ട് ചെയ്ത ആളുകൾക്കുണ്ട്. അപ്പോൾ വോട്ട് ചെയ്ത ആളുകളാണെങ്കിലും ഇവിടുത്തെ ഓരോ പൗരനും എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് BJPക്ക് എതിരെയാണ് കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും മറുപടി കൊടുക്കണമല്ലോ. ഞാൻ AK ആന്റണി ഈ ഇടയ്ക്ക് മാധ്യമ പ്രവർത്തകരുടെ ഇത് നടത്തി. അതിനകത്ത് ആ മനുഷ്യന്റെ പ്രായം പോലും മാനിക്കാതാണ് മാധ്യമ പ്രവർത്തകർ, ഇന്നത്തെ ജെൻസി മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചത്. പലതും എന്താ പറയുന്നത്, വെറും തറ ചോദ്യങ്ങൾ. ഞാനും ഒരു മാധ്യമ പ്രവർത്തകൻ, മാധ്യമം ഞാൻ റിപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് മിതമായ രീതിയിൽ ചോദിക്കണം. മറ്റൊരാളെ കുറ്റവാളിയും കുറ്റക്കാരനുമാക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു ബഹുമാനം കൊടുത്ത് വേണം സംസാരിക്കും. മറ്റൊരാളെ കുറ്റക്കാരനോ കുറ്റക്കാരിയാക്കുന്ന, അത് ഈ രാഷ്ട്രീയ നേതാവായിക്കോട്ടെ, സാധാരണ വ്യക്തി ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ചോദ്യങ്ങൾ അത് നല്ല രീതിയിൽ ബഹുമാനപൂർവ്വം ചോദിക്കാൻ ആദ്യം പഠിക്കണം. അല്ലാതെ മറുപടി AK ആന്റണി എത്ര പ്രായമുള്ള ഒരു മനുഷ്യനാണ്, എന്തായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചത്? എന്തെങ്കിലും ലക്കില്ല, ആ മനുഷ്യന്റെ പ്രായമെങ്കിലും ആ മനുഷ്യന് വയ്യാണ്ടിരിക്കുകയാണ്. ഒരാൾ ചോദിച്ചു, അതിന് മറുപടി കിട്ടി, അടുത്ത് ചോദിച്ചു. ഇത് ഇല്ല പറഞ്ഞോണം, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ മൈക്ക് എടുത്തുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് അവർക്കൊക്കെ പറയാൻ ശ്വാസം കൊടുക്കാനും ഒരു ഇത് കേട്ടെ AK ആന്റണി. എന്നിട്ട് അദ്ദേഹം ആ രീതിയിൽ കട്ടയ്ക്ക് നിന്നു എന്നുള്ളതാണ്. കുറിക്ക് കൊള്ളുന്ന നല്ല ഒന്നാമത് മറുപടി കൊടുത്തു എന്നാണ്. ഇതുപോലെ രാജീവ് ചന്ദ്രശേഖർ ഒന്നാമത് അദ്ദേഹത്തിന് മലയാളം അറിയില്ല. അപ്പൊ ഇവിടുന്ന് ഒക്കെ ചോദിക്കാതെ പണ്ട് എങ്ങനെയായിരുന്നു ഇത്തരത്തിലുള്ള പത്രസമ്മേളനം നടത്തുന്ന ഒരാൾ ചോദ്യം ഉന്നയിക്കും, അടുത്തത് പറയൂ എന്ന് ആ വ്യക്തി പറയുന്ന അടുത്ത ആരെങ്കിലും ഉണ്ടോ ചോദിക്കൂ. ഇതല്ല, ഇത് അവിടുന്ന് കിട്ടിയ ആവശ്യത്തിന് ഇല്ല ഒരുമാതിരി ഇല്ല വിശപ്പ് നിന്ന ചെന്നായ്ക്കളെ പോലെ. ഈ AK ആന്റണിയുടെ വിഷയത്തിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ, അത് വീണ്ടും ചോദിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാത്തത് കൊണ്ടുകൂടെയാണ്. മേഘ ആദ്യം മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ പ്രായമൊന്നും, അദ്ദേഹം തീരെ വയ്യാണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഏകദേശം 25 വർഷത്തോളം വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് അന്നത്തെ അടിയന്തര പ്രമേയത്തിലെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ജനങ്ങളോട് അറിയിക്കാനാണ് അദ്ദേഹം വന്നത്. അല്ലാതെ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ ചാട്ടുളി പോലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനല്ല. അദ്ദേഹത്തിന്റെ നിലപാട് അല്ലെ അദ്ദേഹത്തിന് അന്നുണ്ടായ പ്രശ്നങ്ങൾ അത് മാധ്യമങ്ങളെ അറിയിക്കുക. അത് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഓരോരുത്തരും മാന്യമായ രീതിയിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം എന്നേ പറഞ്ഞോളൂ. എന്തും ചോദിക്കാം, ചോദ്യങ്ങൾക്ക് സമയമുണ്ട്. സമയത്തിനനുസരിച്ച് അവരുടെ സമയം കൂടെ മാനിച്ച് വേണം മാധ്യമങ്ങൾ എല്ലാം. ഇപ്പൊ തന്നെ അവിടെ എന്ന് വെച്ചാൽ എല്ലാവർക്കും മത്സരമാണ്. അതായത് എല്ലാവർക്കും റീച്ച് കിട്ടാനുള്ള മത്സരമാണ്. അപ്പൊ ഞങ്ങളുടെ ചോദ്യത്തിന് ഇന്ന ഉത്തരം കിട്ടിയാൽ ഞങ്ങൾക്ക് ഇന്ന റീച്ച് കിട്ടും. മാധ്യമങ്ങൾ കുഴലെടുത്തുകൊണ്ട് അടിച്ച് ഇല്ല പറഞ്ഞോണ കയറ്റുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറുക. തിരിച്ച് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പക്വതയോട് ഒരു കാര്യത്തിൽ ഏർപ്പെടുക, അവരോട് ചോദിക്കുന്നതിന് അവർക്കൊരു ഇത് കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക. പിന്നെ ഈ ആവർത്തിച്ച് ഓരോരുത്തരും ഇങ്ങോട്ട് ചോദിക്കാൻ ചെന്നാൽ ചിലപ്പോൾ അദ്ദേഹം പറയാൻ താല്പര്യമില്ലാന്ന്. ഒരു വട്ടം നിങ്ങളോട് പറഞ്ഞല്ലോ, ഇനിയും പറയാൻ എനിക്ക് താല്പര്യം അല്ല. ഈ കൈരളിന്റെ വിഷയത്തില് ആ ചോദ്യം പൂർണ്ണമായിട്ട് പോലും ഇത് ആദ്യത്തെ ദിവസം മുതലേ ഇത് മാധ്യമങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. അല്ല, ഒരുപക്ഷെ വേറെ ക്വസ്റ്റ്യൻ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിലോ ചോദ്യം അല്ല മേഘ,
അനിൽകുമാറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അത് അതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കും, അല്ലെങ്കിൽ BJP സംസ്ഥാന നേതൃത്വം സംസാരിക്കും. അത് വീണ്ടും അത് ആവർത്തിച്ച് ഒരു ഷോ ഓഫ് കാണിക്കാനല്ല ശ്രമിക്കേണ്ടത്. പിന്നെ തിരിച്ച് അദ്ദേഹം നീ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് തികച്ചും തെറ്റ് തന്നെയാണ്. കുറച്ചുകൂടെ മലയാളം പഠിക്കുക. മലയാളം അറിഞ്ഞുകൂടെങ്കിൽ അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കുക. അത് ട്രാൻസ്ലേഷൻ ചെയ്യുമല്ലോ മാധ്യമങ്ങൾ. താങ്കൾ ധൈര്യത്തോടെ താങ്കൾക്ക് അറിയാവുന്ന മീഡിയം ഭാഷയിൽ ഇംഗ്ലീഷ് സംസാരിക്കുക. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയും. മലയാളം പറഞ്ഞുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അപവാദത്തിൽ പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എന്ന് പറയുന്ന അദ്ദേഹം ഇംഗ്ലീഷിന്റെ യു എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ ആയിരിക്കും ഉപയോഗിച്ചത്. പക്ഷേ അത് തികച്ചും മലയാള ഭാഷയിൽ അത് അന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാധ്യമ പ്രവർത്തകയോട് നീ എന്ന് ചൂണ്ടി സംസാരിക്കുന്നത് തെറ്റ് തന്നെയാണ്, തികച്ച തെറ്റ് തന്നെയാണ്. അതെന്തായാലും തിരുത്തുക. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മീഡിയം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നല്ല കടു കെട്ടിയായിട്ട് കൊടുക്കൂ സാറേ എന്ന് ഞാൻ പറയും. എന്തായാലും തിരിച്ച് മാധ്യമ പ്രവർത്തകരോട്, ഇപ്പൊ കൈരളിയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ BJPയും കോൺഗ്രസിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കളെ കാണുമ്പോൾ ആദ്യം അങ്ങ് കടിച്ചു തിന്നാനുള്ള ഇതുണ്ട്, റിപ്പോർട്ടർ ചാനലിലുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് തന്മയത്വത്തോടെ തിരിച്ച് അദ്ദേഹം നിങ്ങളുടെ സഖാക്കളെ പോലെ, നിങ്ങളുടെ മന്ത്രിമാരെ പോലെ, നിങ്ങളുടെ MLA പോലെ അദ്ദേഹം BJPയുടെ, അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു ബഹുമാനം കൊടുക്കണം. സുരേഷ് ഗോപിക്കാണെങ്കിലും ഈ പറഞ്ഞ VD സതീശനാണെങ്കിലും തിരിച്ച് നിങ്ങൾ ആ ഒരു ബഹുമാനം കൊടുത്ത് വേണം എപ്പോഴും സംസാരിക്കാൻ. അല്ലാതെ ഞങ്ങൾ കൈരളിയിലെ സഖാത്തിമാരാണ്, ഞങ്ങൾ കൈരളിയിലെ റിപ്പോർട്ടറാണ്, ഞങ്ങൾക്ക് ഇവരെ മറ്റെല്ലാവരും പുച്ഛമാണ്, ഞങ്ങളുടെ പിണറായി വിജയനും MV ഗോവിന്ദനോട് മാത്രം ഞങ്ങൾക്ക് സാറേന്ന് വിളിച്ച് ബഹുമാനം പൂർവ്വം നിന്നാൽ മതി എന്നുള്ളൊരു ഭാഷ അങ്ങ് മാറ്റി വെച്ചിട്ട് എല്ലാവരോടും തുല്യമായിട്ട് നിങ്ങൾ ബഹുമാനപൂർവ്വം ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് സമാധാനത്തിൽ ഇത് മറുപടി കൊടുക്കും. അല്ലാതെ അത് കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ മറുപടി പറയൂ, നിങ്ങൾ മറുപടി, അങ്ങനെയൊന്നും അല്ല. അവർക്ക് മറുപടി പറയാൻ താല്പര്യമില്ല, അവർ മറുപടി അത് നിങ്ങൾ എഴുതി പഠിപ്പിക്കൂ. നിങ്ങൾ അത് പറയും, ഞാൻ ഇന്ന ചോദ്യം ചോദിച്ചു അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ താല്പര്യം. പിന്നെ മയക്കും കുത്തി കയറി ചോദിച്ചുകൊണ്ടിരുന്നോ ഇതുപോലൊക്കെ കിട്ടും. അത് ഇതേപോലെ തന്നെ പിണറായി വിജയനും MV ഗോവിന്ദനും വീണ ജോർജും CPMലെ ഏറ്റവും കൂടുതൽ സഖാക്കന്മാര്, മന്ത്രിമാരും MLAമാരാണ് ഇത്തരത്തിലുള്ള കടക്ക പുറത്തുനിന്നുള്ള ഒരു ഭാഷാ രീതി പ്രയോഗിച്ചിട്ടുള്ളത്. പിന്നീടേ ഉള്ളൂ കോൺഗ്രസും BJP. അതുകൊണ്ട് തിരിച്ച് മാധ്യമ പ്രവർത്തനവും അതിൻ്റെതായ രീതിയിൽ നിൽക്കുക. ഏതായാലും ഇരുഭാഗത്തും ഒരു സമന്വയത്തോടു കൂടി മുൻപോട്ട് പോയാൽ ഒരുപക്ഷെ നല്ലൊരു ജനഹിതം, നല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടും, മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും. അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു നാടേക്ക് വേണ്ടി അല്ലേ. ഏതായാലും നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഭരണഘടനയുടെ 4ാം തൂണാണ് മാധ്യമങ്ങൾ. തീർച്ചയായിട്ടും ആ 4ാം തൂണ് വളരെ സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്. പക്ഷെ അവരവരുടെ വില കളയരുത്. വില കളയാതെ മാന്യമായിട്ടുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തനം എന്നും നടത്തട്ടെ.